കാലങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന പെരുവമൂഴിയിലെ വെയിറ്റിംഗ് ഷെഡ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുതുക്കി പണിതു. പെരുവമൂഴി ജംഗ്ഷനിൽ യാത്രക്കാരുടെ ഏക ആശ്രയമായിരുന്ന വെയിറ്റിംഗ് ഷെഡ് ദീർഘനാളുകളായി ചോർന്നൊലിച്ച് വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു. മഴ കടുത്തതോടെ നൂറുകണക്കിന് യാത്രക്കാരാണ് ഇവിടെ ദുരിതത്തിലായത്. കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കുവാൻ ഐക്യർനാട് പഞ്ചായത്ത് മുൻകൈയെടുക്കേണ്ടതായിരുന്നുവെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ നിരത്തി അധികൃതർ ഇത് വൈകിപ്പിക്കുകയായിരുന്നു. ഇതോടെ നവമാധ്യമങ്ങളിലടക്കം ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായി. തുടർന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വെയിറ്റിംഗ് ഷെഡ് സ്വന്തം നിലയിൽ പുതുക്കി പണിയുവാൻ തീരുമാനിച്ചത്. നിർമ്മാണം പൂർത്തിയാക്കിയ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് അംഗം സുജിത്ത് പോൾ നിർവഹിച്ചു. പ്രത്യേകിച്ച് ഐക്യർനാട് യൂത്ത് കോൺഗ്രസ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് പല വിദ്യാലയങ്ങളിലായി നമുക്ക് ഐക്യർനാട് പഞ്ചായത്തിലെ കുട്ടികൾക്ക് അവർക്ക് പഠനോപകരണം പോലുള്ള സഹായം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പല ജനകീയ ഇഷ്യൂവിൽ പരിസ്ഥിതി ഇഷ്യൂവിലെല്ലാം ഐക്യർനാട് യൂത്ത് കോൺഗ്രസ് വളരെ സജീവമായി പങ്കെടുക്കുന്നു. അവിടെയെല്ലാം നമ്മൾ അത്രയും വലിയ മലിനീകരണം ചൂണ്ടിക്കാണിച്ചിട്ട് പോലും പഞ്ചായത്തിന് നടപടിയെടുക്കാൻ സാധിക്കില്ലെന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആരോ ഒരാളുടെ നിർദ്ദേശപ്രകാരം ഭരിക്കുന്ന കറക്റ്റ് കമ്പനിയായി നമ്മുടെ ഐക്യർനാടിലെ ഗ്രാമപഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സ്ഥിതിവിശേഷമാണ്. ആരും ചോദിക്കാനും ആരും പറയാനുമില്ലാത്ത അവസ്ഥ ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കൃത്യമായി ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനവും യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനവും അത് മോണിറ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുണ്ടാക്കുന്ന അപജയങ്ങളെയും നിങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഭരണസ്തംഭനത്തിനെതിരെയും അതിശക്തമായ പോരാട്ടം തന്നെ വരും. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എം ജോർജ്, KSU ജില്ലാ സെക്രട്ടറി സച്ചിൻ സി തങ്കപ്പൻ, INTUC വർക്കേഴ്സ് കൗൺസിൽ ഭാരവാഹി നിഖിൽ തമ്പി, ബേസിൽ ജോയി, എൽദോ പോൾ ചെന്നക്കാട്ട് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ് മലയാളം.